Good morning. Today's class we are going to discuss about the pyrolytic elimination. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ E2 elimination പഠിച്ചിട്ടുണ്ട്. E2 elimination എന്ന് പറയുന്നത് it is a elimination happens when the living group and the attacking group are in the opposite direction. They are in the anti-periplanar direction. ഇപ്പോൾ attacking group എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ living group ഇവിടെ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആൻറ്റി പെരിപ്ലാനാർ പൊസിഷൻസ് എന്ന് പറയുന്നത്. ആൻറ്റി പെരിപ്ലാനാർ പൊസിഷൻ, അങ്ങനെയാണ് നമ്മൾ E2 എലിമിനേഷൻ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് പൈറോലിറ്റിക് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഹിയർ ദ ഗ്രൂപ്പ്സ് ടു ബി എലിമിനേറ്റഡ് ആർ സിസ് ടു ഈച്ച് അതർ. രണ്ട് ഗ്രൂപ്പുകളും ഒരേ ഡയറക്ഷനിലായിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ അറ്റാക്കിംഗ് ഗ്രൂപ്പും ലിവിങ് ഗ്രൂപ്പും തമ്മിലുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തിട്ട് അതുവഴി എലിമിനേഷൻ നടന്ന് നമുക്ക് ഒരു മേജർ പ്രോഡക്റ്റും മൈനർ പ്രോഡക്റ്റും ഫോം ചെയ്യും. So for example, we are taking cyclohexane derivative X example. Here we are having a living group. Here, this is in the equatorial position. And we are having hydrogens at the beta position. അതുപോലെ ഈ ബീറ്റ പൊസിഷനിൽ നമുക്ക് ഹൈഡ്രജൻ ഉണ്ട്. സോ രണ്ട് പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. either it can be attacked by the beta position in the equatorial position, or it can be attacked by the hydrogen in the axial position. അപ്പോൾ ഇവിടുത്തെ പൈറോലിറ്റിക് എലിമിനേഷൻ എന്ന് പറയുന്നത്, ഇഫ് വി ആർ ഹാവിങ് ദ ലിവിങ് ഗ്രൂപ്പ് ആക്സിയൽ ആണെങ്കിൽ then the attacking group must be in the axial equatorial alignment. അപ്പോൾ ആക്സിയൽ ആണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നത് ഇക്വറ്റോറിയൽ പൊസിഷൻ ആയിരിക്കണം, എന്നാൽ മാത്രമേ അതൊരു സിസ് എലിമിനേഷൻ ആവുള്ളൂ. ഇഫ് ദ ലിവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആക്സിയൽ ആണെങ്കിൽ ഇറ്റ് കനോട്ട് ബി എലിമിനേറ്റഡ് ബൈ എ ബീറ്റ പ്ലേസ്ഡ് ആക്സിയൽ ഹൈഡ്രജൻ ആയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണ് E2 എലിമിനേഷൻ. അപ്പോൾ അവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ആക്സിയൽ കൺഫർമേഷൻ പ്രിഫറബിൾ അല്ല. അടുത്തത് പറയുന്നത് ലിവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇക്വറ്റോറിയൽ ആണെങ്കിൽ, ആക്സിയൽ ആണെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വറ്റോറിയൽ കൺഫർമേഷൻ പ്രിഫറബിൾ ആവുന്നത്. ഇവിടെ ലിവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പൊസിഷനിലാണെങ്കിൽ ഈ കണ്ടീഷൻ നമ്മൾ പറയുന്ന കണ്ടീഷനിലാണ്. അപ്പോൾ a transition state can be formed with the beta placed hydrogen, ഇക്വറ്റോറിയലും ആവാം ആക്സിയലും ആവാം. അപ്പോൾ മൂന്ന് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ലിവിങ് ഗ്രൂപ്പും അറ്റാക്കിംഗ് ഗ്രൂപ്പും ആക്സിയൽ പാടില്ല. പിന്നെ ലിവിങ് ഗ്രൂപ്പ് ആക്സിയൽ പൊസിഷനിലാവാം അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പൊസിഷനിലാവാം. ആക്സിയൽ പൊസിഷനിലാണെങ്കിൽ ലിവിങ് ഗ്രൂപ്പ് ആക്സിയൽ പൊസിഷനിലാണെങ്കിൽ അറ്റാക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പൊസിഷനിൽ നിന്നാവണം. ഇപ്പം ലിവിങ് ഗ്രൂപ്പ് ഇക്വറ്റോറിയൽ പൊസിഷനിലാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി അറ്റാക്ഡ് ബൈ ബോത്ത് ആക്സിയൽ ഓർ ഇക്വറ്റോറിയൽ. അപ്പോൾ രണ്ട് അറ്റാക്കും പോസിബിൾ ഉണ്ട്, പക്ഷെ ഒരെണ്ണം മേജർ പ്രോഡക്റ്റും ഒന്ന് മൈനർ പ്രോഡക്റ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് ഹൈഡ്രജൻസിൻ്റെ അറ്റാക്ക് ഇവിടെ പോസിബിലിറ്റീസ് ഉണ്ട്. വൺ ലൈക്ക് ദിസ് ആൻഡ് അതർ വൺ like this. So അപ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ദിസ് വൺ ഈസ് ദ എക്സോ പ്രോഡക്റ്റ് CH2. ദിസ് ഈസ് 97%. ആൻഡ് അനദർ വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് താഴത്തെ ഹൈഡ്രജൻ ആറ്റം വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഫോം എ ട്രാൻസിഷൻ സ്റ്റേറ്റ് ലൈക്ക് ദിസ്. ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തിട്ട്
അപ്പോൾ ഈ ഓക്സിജൻ വെച്ചിട്ട് ഇവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. സോ O will be here. So this hydrogen will attack here and the living group will be eliminated from this position. So this will give an endo product like this. This is 3%. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ലിവിങ് ഗ്രൂപ്പ് ഇക്വിറ്റോറിയൽ പൊസിഷനിലാണെങ്കിൽ 2 പോസിബിൾ അറ്റാക്സ് ആണുള്ളത്, ഇക്വിറ്റോറിയൽ പൊസിഷനിൽ നിന്നും ആക്സിയൽ പൊസിഷനിൽ നിന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ഡിഫറൻറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും. ട്രാൻസിഷൻ സ്റ്റേറ്റ് വിച്ച് എവർ ഇസ് ദ stable one that will prefer to the major product. So here this exo product is the major one and the endo product is the minor one. It is due to the stability of the transition state formed during the elimination. Here both the groups should be in the cis position, that is the living group and axial living group should, if it is a living group is in the axial position, then the attacking group should be at the equatorial position. If the living group is in the equatorial position, then it can be attacked by the beta position hydrogen, either axial or equatorial, but the product formed will be major one, will be the one that is having the stable transition state. ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ നോക്കേണ്ടത്. Another one example is the xanthate product. അപ്പോൾ xanthate cis xanthate ആണ് ഇവിടെ നമ്മൾ another example ആയിട്ട് എടുക്കുന്നത്. Here this one is the major product. The conjugated, this one is the conjugated 1-phenyl cyclohexene. This one is the thermodynamically more stable one, but this product is a minor product. Here the major product is this one. It is due to the stability of the transition state. അപ്പോൾ ഇവിടെ living group എന്ന് പറയുന്നത് it is in the equatorial positionലാണ്. So it can be attacked by the equatorial position hydrogen in the beta position and this hydrogen, and it can be attacked from this hydrogen. അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് വരുന്നത് ബീറ്റ പൊസിഷനിലിരിക്കുന്ന ഇക്വിറ്റോറിയൽ പൊസിഷനുള്ള ഹൈഡ്രജൻ്റെ അറ്റാക്കാണ്. സോ ദിസ് വൺ ഈസ് ദ മേജർ പ്രോഡക്റ്റ് ആൻഡ് ദിസ് വൺ ഈസ് ദ മൈനർ പ്രോഡക്റ്റ്. അപ്പോൾ cis xanthate gives this one as the major product, although the conjugated 1-phenyl cyclohexene is the thermodynamically more stable one. അപ്പോൾ ഇത് എന്തുകൊണ്ട് മൈനർ പ്രോഡക്റ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഗ്രൂപ്പ് മസ്റ്റ് ഗോ ഓഫ് വിത്ത് ദ ട്രാൻസ് ഹൈഡ്രജൻ വിച്ച് ഈസ് ഇക്വിറ്റോറിയൽ ഇൻ ദിസ് കേസ്. Next we are going to discuss about the esterification of axial as well as equatorial hydroxyl group and hydrolysis of their esters in rigid and flexible system. അപ്പോൾ esterification of axial as well as equatorial hydroxyl group എന്ന് പറയുന്നത് വേറെ നമ്മൾ പ്രത്യേകിച്ച് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതല്ല. നമ്മളിവിടെ എടുക്കുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മെന്തോൾ, ഐസോമെന്തോൾ, നിയോമെന്തോൾ, നിയോ ഐസോമെന്തോൾ. അപ്പോൾ ദ സ്ട്രക്ചർ ഓഫ് മെന്തോൾ this is a menthol. Here we are having OH group here, the equatorial position, and the CH3 group here. This is menthol. Neomenthol എന്ന് പറയുമ്പോൾ here we are having OH group in the axial position and remaining groups are same.
This one is the isomenthol. Here we are having the CH3 group in the axial position, and another one with hydroxyl group in the axial position and the CH3 group in the axial position. This is isomenthol, and this is neo-isomenthol. ഇപ്പോൾ 2-isopropyl 5-methyl cyclohexanolനെയാണ് നമ്മൾ മെന്തോൾ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ 2 asymmetric centers and it exists in 4 pairs known as menthol, neomenthol, isomenthol and neo-isomenthol. Here menthol is having all the groups in the equatorial position. ഇവിടെ നമുക്ക് കാണാം എല്ലാ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്. എന്നാൽ നിയോ ഐസോമെന്തോളിന്റെ കേസിൽ we are having methyl group and isopropyl group at the equatorial position and hydroxyl group at the axial position. അപ്പോൾ അവിടെ സ്റ്റെബിലിറ്റി കുറയുകയാണ്. ഇവിടെ ഐസോമെന്തോളിന്റെ കേസിലാണെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പൊസിഷനിലാണ്, പക്ഷെ മീഥിയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആക്സിയൽ പൊസിഷനിൽ വന്നു. ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും മീഥിയൽ ഗ്രൂപ്പും എന്താണ് രണ്ടും ആക്സിയൽ പൊസിഷനിലാണ്. സോ ദ ലീസ്റ്റ് സ്റ്റേബിൾ ഐസോബർ എന്ന് പറയുന്നത് നിയോ ഐസോമെന്തോൾ ബിക്കോസ് ബോത്ത് ദ ഗ്രൂപ്പ്സ് ആർ ഇൻ ദ ആക്സിയൽ പൊസിഷൻ. എപ്പോഴും ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഇരിക്കുന്നതാണ് കൂടുതൽ സ്റ്റേബിൾ. But the compounds with equatorial substrates are generally more stable because of the less steric overcrowding. But it follows in these cases where the chemically interconvertible epimers, one has equatorial substrate and other has axial one. The equatorial isomer will be predominate in the equilibrium mixture. അപ്പോൾ നമ്മളൊരു മിക്സർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഐസോമേഴ്സ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയുന്നത് എല്ലാ സബ്സ്റ്റിറ്റ്യൂവൻസും equatorial position വരുന്നതായിരിക്കും. Axial substrates are the more crowded environment than the equatorial substrate, and this is the generally give rise to difference in the reactivity. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആ സബ്സ്റ്റിറ്റ്യൂവൻസ് ആക്സിയൽ ആണോ ഇക്വറ്റോറിയൽ ആണോ വരുന്നത് എന്നുള്ളതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ റിയാക്ടിവിറ്റി വിച്ച് വൺ ഗിവ്സ് റിയാക്ഷൻ ഫാസ്റ്റർ എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പ്സ് എവിടെ വരുന്നു, ഇക്വറ്റോറിയൽ ആണോ ആക്സിയൽ ആണോ എന്നുള്ളത് വെച്ചിട്ടാണ്. Many reasons the steric requirement of the transition state are greater than the steric requirement of the ground state. അപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റെറിക് എഫക്റ്റ് ഇതിലൊരു ഫാക്റ്റാണ്. In such reactions, the crowding around the axial substituent produces the steric hindrance. അപ്പം ഇങ്ങനെ ആക്സിയൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വരുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ എസ്റ്റിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ അവിടെ ബൾക്കിനെസ് നമ്മൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെറിക് എഫക്റ്റ് ഹിൻഡ്രൻസ് കൂടും. So axial substituents reacts more slowly than the equatorial substituent. So for example, നമ്മൾ മെന്തോളിൻ്റെ കേസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ if you are taking menthol as example, here we are having isopropyl group here, OH group here, CH3 group here. If you are doing esterification reaction with the mandelic acid, COH, OH, C6H5 or phenyl group നമുക്ക് ഇങ്ങനെ ഇടാം. സോ നമ്മൾ എസ്റ്റിഫിക്കേഷൻ നടക്കുകയാണെങ്കിൽ ഈ കാർബോക്സിൽ ഗ്രൂപ്പും ഈ OH ഗ്രൂപ്പും കൂടെ ചേർന്ന് അവിടെ ഒരു COO ഗ്രൂപ്പ് ഫോം ചെയ്യും. സോ അടുത്ത ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് അതുപോലെയുണ്ട്, മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ അതുപോലെയുണ്ട്. സോ റിമൈനിങ് താഴോട്ട് വരയ്ക്കേണ്ടത് നമ്മുടെ CH, OH, ഫിനൽ ഗ്രൂപ്പ്. അപ്പോൾ ഈ ബൾക്കി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് വലിയ സ്റ്റെറിക് ഓവർ ക്രൗഡിങ് നമുക്ക് ഫീൽ ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് നമ്മൾ അടുത്ത എക്സാമ്പിൾ നമ്മൾ ഐസോമെന്തോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഐസോമെന്തോളിൻ്റെ കേസിൽ ഐസോമെന്തോളിലാണെങ്കിൽ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പൊസിഷൻ ആക്സിയൽ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ രണ്ട് ഗ്രൂപ്പും അതുപോലെ വരയ്ക്കുക. ഈ മാൻഡലിക് ആസിഡ് ഇവിടുത്തെ OHനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് COO,
CHOH, phenyl group. But this comes in the axial position. Menthane, ഇപ്പോൾ ഈ കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെന്തൈൽ മാൻഡിലേറ്റ് ആണ്. അതുപോലെ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തത് ഐസോമെന്തോളിൻ്റെ കൂടെയാണ്. ഇത് ഐസോമെന്തോൾ മാൻഡിലേറ്റ് വരും. അപ്പം there is a steric overcrowding here, steric effect. ആ steric effect കാരണം this reactant will react in a slower rate when compared with the menthol. നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റോറിയൽ ഐസോമറിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ എനർജി കുറവായിരിക്കും. ദിസ് ഈസ് ഫോർ മെന്തോൾ. ആൻഡ് നമ്മൾ ഐസോമെന്തോളിൻ്റെ വരയ്ക്കുകയാണെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്ലൈറ്റ്ലി ഹയർ എനർജിയിലായിരിക്കും, ബിക്കോസ് OH ഗ്രൂപ്പ് ഈസ് ഇൻ ദ ആക്സിയൽ പൊസിഷൻ. ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിവിടെ ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഐസോമെന്തോളിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ എ ഹയർ സ്റ്റേറ്റ്. കാരണം എന്താണ്? OH ഗ്രൂപ്പിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ആക്സിയൽ പൊസിഷനിലാണ്. സോ സ്റ്റെറിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് ആക്സിയൽ പൊസിഷനിലാണ് ഓവർ ക്രൗഡിങ് വരുന്നത്. അതുകൊണ്ട് എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റേനെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലായിരിക്കും. സോ ഹിയർ ദിസ് ഇസ് ഇക്വിറ്റോറിയൽ ഐസോമർ ആൻഡ് ദിസ് ഇസ് ദ axial one, that is isomenthol. So here this one is E and this one is E star. The energy difference ആണ് ഈ കാണിക്കുന്നത്. So here the energy difference എന്ന് പറയുന്നത് this one. So here we are having an energy difference like this between the transition state. Also this is the energy difference between the ground states. So here E ആണെങ്കിൽ equatorial, this one is EA axial. So EE is always less than EA. സോ അതുകൊണ്ടാണ് നമ്മുടെ റിയാക്ഷൻ ഐസോമെന്തോളിൻ്റെ കേസിൽ റിയാക്ഷൻ വിൽ ബി ഫാസ്റ്റ്. ഇതുപോലെ തന്നെ നമുക്ക് മുകളിലത്തെ അതർ ടു ഐസോമേഴ്സ് ഐസോമെന്തോൾ നിയോ ഐസോമെന്തോളിൻ്റെ കേസും പറയാം. ഐസോമെന്തോൾ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ പൊസിഷനിലാണ്. അപ്പോൾ നിയോ മെന്തോൾ ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് റേറ്റ് റിയാക്ഷൻ നടക്കുന്നത്, എസ്റ്റഫിക്കേഷൻ നടക്കാൻ ഏറ്റവും ലോവസ്റ്റ് റേറ്റ്. ദിസ് ഇസ് ഫോർ നിയോ ഐസോമെന്തോൾ. Because both OH group and CH3 group are in the axial position. ഇപ്പോൾ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് കൂടുതൽ മെന്തോളിനായിരിക്കും, അത് കഴിയുമ്പോൾ ഐസോമെന്തോൾ, അത് കഴിഞ്ഞ് നിയോമെന്തോൾ, ആൻഡ് അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ നിയോ ഐസോമെന്തോൾ. അപ്പോൾ പ്രിഫറൻസ് പറയേണ്ടത് എപ്പോഴും നമ്മൾ ആക്സിയൽ പൊസിഷനിലാണോ ഇക്വിറ്റോറിയൽ പൊസിഷനിലാണോ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്റ്റെറിക് ഓവർ ക്രൗഡിങ് വരുമ്പോഴത്തേക്ക് എനർജി ഓഫ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും കൂടുന്നത്, അതൊക്കെ വെച്ച് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മൾ which one reacts faster എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇപ്പോൾ റിജിഡ് സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ വേറൊന്നുമില്ല. നമ്മൾ റിജിഡ് സിസ്റ്റം ഡെക്കലിൻസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ പൊസിഷനിൽ വരാം, അല്ലെങ്കിൽ ഡെക്കലൻസിൽ OH ഗ്രൂപ്പ് എന്ന് പറയുന്ന ആക്സിയൽ പൊസിഷനിൽ വരാം. അപ്പോൾ OH group coming in the equatorial position is stable and undergoes esterification in the faster manner. എക്സ്പ്ലനേഷൻ എല്ലാം പഴയതുപോലെ തന്നെയാണ്. ഇവിടെ RO എന്ന് പറയുന്നത് OH ആണ്, R' എന്ന് പറയുന്നത് H ആണ്. ട്രാൻസ്ഡെക്കലിൻസ് 2 ഡയോൾസ്. ഇപ്പോൾ ട്രാൻസ്ഡെക്കലിൻസ് 2 ഡയോൾസ് ആണ് റിജിഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഇവിടെ reaction will be faster in this case when compared with this one. Can explain with the same effect, same explanation as that in the menthol systems.